വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാം മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിൻ്റെ സമീപത്ത് ഉണ്ടാകാറുണ്ട്. അടുത്ത നിമിഷം നമ്മളും ഖബറിൽ കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത് നമ്മൾ മാതൃകയാക്കുമ്പോൾ തീർച്ചയായും നമുക്കും അങ്ങനെയുള്ള സുന്നത്തുകൾ ചെയ്യാൻ ആളുകളുണ്ടാകും എന്നുള്ളതാണ്. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഫതുഹുൽ മുഈനിൻ്റെ 154 പേജിൽ നമുക്ക് കാണാം, വയുന്തബു ലിമൻ അല ഷഫീരിൽ ഖബരി. ഖബറിൻ്റെ അടുത്തുള്ള ആളുകൾ മറവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് സുന്നത്താക്കപ്പെടും അൻ യഹ്സിയ മണ്ണ് വാരിയിടൽ സലാസ ഹസയാത്തിൻ 3 വട്ടം 3 വാരിയിടൽ സുന്നത്താണ്. ബിയദൈഹി അവൻ്റെ 2 കൈ കൊണ്ട്, ഒരു കൈ കൊണ്ടല്ല, 2 കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മണ്ണ് വാരിയിടുക. ഖായിലൻ അവൻ തന്നെ പറയുന്ന അവസ്ഥയിൽ, മഅൽ ഊല ഒന്നാമത്തെ സമയത്ത്, മിൻഹാ ഖലഖ്നാക്കും അങ്ങനെയാണ് പറയേണ്ടത്. ഒന്നാമത്തെ മണ്ണ് വാരിയിടുന്ന സമയത്ത് മിൻഹാ ഖലഖ്നാക്കും എന്ന് പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? മിൻഹാ മണ്ണിൽ നിന്നാണ്, ഖലഖ്നാക്കും നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചത്. വമഅസാനിയത്തി രണ്ടാമത്തെ തവണ മണ്ണ് വാരിയിടുമ്പോൾ എന്തു പറയണം? വഫീഹാ നുഈദുക്കും, വഫീഹാ ആ മണ്ണിലേക്കാണ്, നുഈദുക്കും നിങ്ങളെ നമ്മൾ മടക്കുന്നത്. വമഅസാലിസത്തി മൂന്നാമത്തെ തവണ മണ്ണ് വാരിയിടുമ്പോൾ പറയണം, വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, വമിൻഹാ ആ മണ്ണിൽ നിന്ന് തന്നെയാണ്, നുഖ്രിജുക്കും നിങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുന്നത്, താറത്തൻ ഉഖ്റാ മറ്റൊരു ഘട്ടത്തിൽ. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. അവസാനം മഹ്ശറിലേക്ക് വിചാരണയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ജന്മമാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. ആമീൻ.